പുതിയ ദിവസവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ദേ വീണ്ടും വന്നിരിക്കുകയാണ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഈ തോണ്ടിമലയ്ക്ക് അടുത്തുള്ള അക്കാത്തങ്കച്ചിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്നത്തെയും പോലെ സ്റ്റാൻഡിൽ കിടക്കുമായിരുന്നു ഞാൻ. പെട്ടെന്നൊരു കോള് വന്നു. വിളിച്ചത് നമ്മുടെ ഒരു കൂട്ടാനാണ്. അവൻ അക്കാത്തങ്കച്ചിപ്പാറയിൽ ഒരു ഓട്ടം പോയതാണ് ഏലത്തട്ട ഇറക്കാനായിട്ട്. അവിടെ ചെന്നപ്പോൾ അവന്റെ വണ്ടി ചെളിയെ കിടന്ന് കറങ്ങുകയാണ്, കയറുന്നില്ല. അപ്പോൾ അതിന്റെ ഒരു ചെറിയ സാധനം കംപ്ലൈന്റും ആയി. അപ്പോൾ അതിന്റെ ഒരു സാധനം മേടിച്ചുകൊണ്ട് വരുമെന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അതുമായിട്ടാണ് ഞാനീ പോകുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തൊട്ടുമേലൊരു റിസോർട്ട് കാണുന്നില്ലേ, അവിടെ വരെയാണ് ഞാൻ പോയിട്ടുള്ളൂ ഓട്ടം പോയത്. അതിൻ്റെ മണ്ടയിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. കണ്ണത്താ ദൂരം പച്ച വിരിച്ച് ചേർക്കുന്ന പ്രകൃതി. അങ്ങോട്ട് നോക്കിയാൽ ആ കാണുന്നതാണ് നമ്മുടെ ആനറങ്കൽ ഡാം. മൂടൽമഞ്ഞും തണുപ്പും ഒക്കെ കൂടി ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന ഭംഗിയുടെ അപ്പുറത്ത് വലിയൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ആരുടെ അനുവാദമില്ലാതെ ഇങ്ങോട്ടേക്ക് ആരും കയറി വരരുത്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കാട്ടാനകളെ കാണുന്ന സ്ഥലമാണിത്. ഞങ്ങളിവിടെ വന്നത് ആനയില്ല എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയിട്ടാണ്. 100-130% നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കാലുകുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ വണ്ടി തിരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് ചോദിച്ച് സ്ഥലം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നത് ഏറ്റവും നല്ലൊരു തീരുമാനമായിരിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഈ അക്കാത്തങ്കച്ചിപ്പാറയുടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ അവന്റെ വണ്ടി കെട്ടി വലിച്ചു കയറ്റാനായിട്ട് മറ്റൊരു പിക്കപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരുന്നേ ഉള്ളൂ. ഇതാണ് ഈ അക്കാത്തങ്കച്ചിപ്പാറ എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് അക്ക ഏതാ തങ്കച്ചി എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തുന്നില്ല. മഴ ആയതുകൊണ്ട് റോഡെല്ലാം നല്ല ചെളിയാണ്. അനന്തവും അവിടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. കിട്ടുകിട്ടാ വിറച്ചാണ് നിൽക്കുന്നത്, നല്ല തണുപ്പായതുകൊണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് അത്യാവശ്യം കോട കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ കോട ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല തണുപ്പും ചെറിയ തോതിലും ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. എന്നാലും ഈ രണ്ട് പാറകൾക്ക് എങ്ങനെയായിരിക്കും അക്കാത്തങ്കച്ചിപ്പാറ എന്ന് പേര് വന്നത്? ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് ആണ് ഇത് അപ്പുറം കാണുന്നത്. അങ്ങോട്ടേക്ക് ചെളി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ചെടി. ഇവിടെ ഒരിടയ്ക്ക് പൂത്തതാണത്. ഇനിയിപ്പോൾ അടുത്ത 12 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ നിന്നുള്ളൊരു മെയിൻ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആനറങ്കൽ ഡാം. വർക്ക്ഷോപ്പിൽ നിന്നും ആള് വന്നപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ അനന്തുവിന്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ കോട കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. വണ്ടിയുടെ കംപ്ലൈന്റ് കണ്ടുപിടിച്ച് വണ്ടിയുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അവിടെയുള്ള മരങ്ങളിലായിരുന്നു. ഓരോന്നിനും ഓരോ ഷേപ്പ്, ഓരോ ഭംഗി. അങ്ങനെ വണ്ടിയിലെ കംപ്ലൈന്റ് ആയ സാധനം എല്ലാം അഴിച്ചു മാറ്റി പുതിയ സാധനം കയറ്റി എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് വലിച്ച് നേരെ അപ്പുറം റോഡിലേക്ക് ഒന്ന് കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പരിപാടി തീരുവാണ്. അങ്ങനെ ഏറെ സമയത്തിന് ശേഷം വണ്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇതേ സന്തോഷത്തോടെ താഴത്തേക്ക് ഇറങ്ങിയാണ്. ഈ ഒരു വണ്ടി ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. വഴിയിൽ ഒരുത്തം പെട്ടുപോയി കഴിഞ്ഞാൽ അവൻ ഏത് നാട്ടുകാരനാണെന്നോ ഏത് സ്റ്റാൻഡുകാരനാണെന്നോ നമ്മൾ ആരും നോക്കാറില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആര് വിളിച്ചാലും ഒട്ടുമിക്ക പണികൾ വെച്ച് നമ്മൾ എല്ലാവരും ഓടി എത്താറാണുള്ളത്. കാരണം ഇന്ന് അവൻ കുടുങ്ങിയ കുടിയിൽ നാളെ നമ്മളും പെടാം എന്നൊരു തിരിച്ചറിവ് ഈ സ്റ്റിയറിംഗ് പിടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കാൻ കുറെ കൂട്ടുകാരുണ്ടെങ്കിൽ ഏത് കാട്ടിലും വീട്ടിലും നമ്മൾ വണ്ടിയും ഇറക്കും. അത് സുരക്ഷിതമായിട്ട് ഇതുപോലെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു വണ്ടി ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു പവർ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇനി അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. കാണാൻ മറക്കരുത്. ഓക്കെ, ബൈ.